അത് ഞാൻ ട്രിവാൻഡ്രത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ്. ഒരു കോള് വരികയാണ് എനിക്ക്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അങ്ങനെ ലൊക്കേഷൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെന്ന് കാണാൻ കേറി ചെല്ലുമ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ തൂങ്ങി ഹാങ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം 23 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പ്രണയനൈരാശ്യമാണ്. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ വീട്ടുകാർ വെളിയിൽ പോയ ടൈമിൽ അവൻ വാതിലടച്ച് കയറി തൂങ്ങിയതാണ്. ഉം. അപ്പോൾ ഞാൻ ഈ കയറി ചെന്ന പാടെ കാണുന്നത് ഒരു ഒരു ഭയങ്കര നിലവിളിയാണ് ആ വീട്ടിൽ. അപ്പോൾ ആൾക്കാരെല്ലാം വന്നിട്ട് അവനെ അഴിക്കാനുള്ള വെത്തപ്പാടിലാണ്. അപ്പം ഞാനും അതിൻ്റെ കൂട്ടത്തിൽ നമുക്കാണെങ്കിൽ ഓൾറെഡി ഇതൊരു ഭീകര ട്രോമയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ കരച്ചിലിൻ്റെ ഇടയ്ക്ക് പോയി നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തത്തിൽ കറങ്ങി അടിച്ച് കളയും. അപ്പോൾ അവിടെ നമ്മൾ മനക്കരുത്തെന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആ പയ്യനെ ബോഡി താഴെ ഇറക്കി. താഴെ ഇറക്കിയപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരൻ പറഞ്ഞു, "മോനെ പൾസുണ്ട്, പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന്" പറഞ്ഞു. ഉം. ഉം. അപ്പം ഓൾറെഡി കയ്യില് മിടിപ്പുണ്ട്. കയ്യിലിരിപ്പ് അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിന് മേളിലൂടെ ബ്രെയിൻ ഡെത്ത് ആയിരിക്കും. അത് കുറച്ച് ടൈം ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ടാവും. അതിൻ്റെ ഒരു പൾസാണ്, ചെറിയ പൾസ് കാണും, മൈന്യൂട്ടായിട്ട് കാണും. അപ്പോൾ അത് കണ്ടിട്ടാണ് പുള്ളി പറയണേ. അപ്പം അമ്മ പെട്ടെന്ന് കയറി വന്നിട്ട് എൻ്റെ പൊന്നു മോനെ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ട് അമ്മയെ സമാധാനിപ്പിക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്പൈൻ ബോർഡ് തൊട്ടാണ് കളിച്ചിരുന്നത്. പയ്യനെ എടുത്ത് കിടത്തി കൊണ്ടുപോകുന്ന വഴിക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു, "അമ്മ പേടിക്കണ്ട, പ്രശ്നമൊന്നുമില്ല, പയ്യന് പൾസുണ്ട്, ഒരു പ്രശ്നമില്ല, സേഫ് ആയിരിക്കും" എന്ന് പറഞ്ഞിട്ടാണ് ഈ പയ്യനെ കൊണ്ടുപോകുന്നത്. അന്ന് വൈകിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഈ പയ്യൻ്റെ ബോഡിയായിട്ടാണ് ഞാൻ ആ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ അമ്മ ചോദിച്ച 2, 3 ചോദ്യങ്ങളുണ്ട് എൻ്റെത്. നീ തിരിച്ച് മോനെ ജീവനോടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേടാ പോയെ, എൻ്റെ മോൻ പോയില്ലേ, ഇനി എനിക്ക് ആരുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്നൊരവസ്ഥയുണ്ട്. അത് ഭീകരമാണ്, ഭയാനകമാണ്. ഭയാനകമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് പൊട്ടിക്കരയുള്ളൊരു ഫീലാണ് ഉള്ളിൽ. നമ്മുടെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വരും. പക്ഷേ നമ്മൾ അത്രയും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊരിക്കലും എനിക്കത് എക്സ്പ്രസ് ചെയ്തറിയിക്കാൻ പറ്റില്ല. നമ്മൾ തൊണ്ടയൊക്കെ ഇടറിയിട്ട് കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് എന്തവരോട് പറയണോ അല്ലെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന കുറേ നിമിഷങ്ങളുണ്ട്. അതൊരു വലിയൊരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. പിന്നെ അതേപോലെ തന്നെ ഒരു കൊച്ചിനെ ഇതുപോലെ മദ്യപിച്ച് വണ്ടിയും കൊണ്ട് വന്നിട്ട് അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയും കൂടെ കൈ പിടിച്ച് പോയ കുഞ്ഞാണ്. വെറും 3 വയസ്സ് 4 മാസം പ്രായമുള്ളൂ. ആ കുഞ്ഞിനെ ഇടിച്ച് തെറിപ്പിച്ചു. ഇടിച്ച് തെറിപ്പിച്ച് ആ കുഞ്ഞ് മരിച്ചു. അപ്പം അവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ഈ അമ്മയുണ്ട് ആംബുലൻസിൽ, ഐസി ആംബുലൻസിൽ. അപ്പം പക്ഷേ അമ്മേനെ ബാക്കിലിരുത്താതെ ഫ്രണ്ടിലിരുത്തി. കാരണം കുഞ്ഞ് ഓൾറെഡി മരിച്ചേക്കാം. നമ്മളെല്ലാം അവിടെ നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ പിറ്റേ ദിവസം ഈ കുഞ്ഞിൻ്റെ ബോഡി റിക്കവർ ചെയ്യാൻ പോയത് ഞാനാണ്. അപ്പം വേറെ 2, 3 പേര് വരാനുണ്ടായത് കൊണ്ട് അവർ ആ കുഞ്ഞിൻ്റെ ബോഡി ഒരു അവിടെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഫ്രീസറിലാണ് വെച്ചേക്കുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ. അപ്പോൾ അന്ന് അവിടുന്ന് ആ കുഞ്ഞിനെ എടുത്ത് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഞാനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലെടുത്താണ് കുഞ്ഞിനെ ആ ഫ്രീസറിലോട്ട് കിടത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പിടിക്കുന്ന രീതി ഉണ്ടോ, ഇത് നമ്മളൊരു കുഞ്ഞിനെ ഹോൾഡ് ചെയ്യുന്ന അതേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് മരിച്ചൊരു 9 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ്, അതും ഞാൻ തന്നെയാണ് അവിടുന്ന് റിക്കവർ ചെയ്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം എത്തിച്ചത്. അപ്പോൾ ആ ഒരു വീട്ടുകാരുടെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്റ്റക്കായി പോകും. അത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായ കുട്ടിയായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായ കുട്ടിയാണ്. ഒരുപാട് അവർ വെയിറ്റ് ചെയ്തുണ്ടായ കുട്ടിയാണ്. അപ്പോൾ ആ ഒരു അമ്മയുടെയും അല്ലെങ്കിൽ ആ ഒരു അമ്മൂമ്മയുടെയും കൂടെ ഇരുന്ന കസിൻസിൻ്റെയൊക്കെ കരച്ചിൽ അത് ഭയങ്കര ഭീകരമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ മരണാനന്തര ചടങ്ങിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു കസിൻ കുട്ടിക്ക് വയ്യാതായി പെട്ടെന്ന്. അതിന് ഓൾറെഡി ആസ്മയുടെ എന്തോ പ്രശ്നമുണ്ട്. പെട്ടെന്ന് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാറിലാണ് ഇരുത്തുന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ആംബുലൻസിന് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിന് വയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ പെട്ടെന്ന് പോയി ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, എന്നെ നോക്ക് ഞാൻ പറയുന്നുണ്ട്. കാരണം ഇതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ അതിൽ ഞാൻ അങ്ങ് പെട്ടുപോകും. അതുകൊണ്ട് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്ത് എന്നെ തന്നെ നോക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എന്നെ തന്നെ നോക്കുന്നു. എന്നിട്ടും കുട്ടി റിക്കവറായി വരുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പണിയാണ്. അപ്പോൾ തന്നെ ഞാൻ അവിടെ കിടന്ന് മീഡിയാസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വണ്ടി മാറ്റിച്ച് ആംബുലൻസ് എടുത്തിട്ട് കുഞ്ഞിനെ എടുത്ത് നേരെ മെഡിക്കൽ ടെസ്റ്റ് കൊണ്ടുപോയി. അപ്പോൾ അവിടെ കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയി. പിന്നെ ഡിസ്ചാർജ് വാങ്ങി പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും അവരുടെ വീട്ടുകാർ വിളിക്കുകയൊക്കെ ചെയ്തു, ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. ഈ ഉറക്കം തരാത്ത രാത്രികൾ ഉണ്ടാകാറുണ്ടോ? ഒരുപാട് 3 ദിവസം 3.5 ദിവസമൊക്കെ ഉറങ്ങായിരുന്നു വണ്ടി ഓടിച്ചോണ്ട്. അടുപ്പിച്ച് കേസുകൾ ചില സമയത്ത് അത് ആംബുലൻസ് ഓടുന്നവർക്കറിയാം. ഒരു ടൈം എത്തുമ്പോൾ കേസുകൾ ഒരുപാടങ്ങ് വരും. ഒരുപാട് വരും. ആക്സിഡൻറ്റ്, ഡിസ്ചാർജ് എല്ലാം കൂടെ ഒരുമിച്ചടിച്ച് വരും. എന്ന് പറഞ്ഞാൽ ഇവിടുന്നൊക്കെ ചിലപ്പോൾ 120 കിലോമീറ്ററൊക്കെ ആയിരിക്കും ഡിസ്ചാർജ് കൊണ്ടുപോകേണ്ടത്. ഞാൻ ഇവിടുന്ന് മഹാരാഷ്ട്രയൊക്കെ പോയിട്ടുണ്ട്. മഹാരാഷ്ട്ര വരെ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാംഗ്ലൂർ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെച്ചിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അതേ സ്ട്രെച്ച് തിരിച്ചു വരിക. അത്രയും പെട്ടെന്ന് ബേസിലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഉറങ്ങാതിരിക്കും. ചിലപ്പോൾ 1, 2, 3 റെഡ് ബുൾ കുടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ സർവൈവ് ചെയ്യുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഉറക്കമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ആഹാരമല്ല. ഉറക്കമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എപ്പോൾ ഉറങ്ങാൻ സമയം കിട്ടിയാൽ അപ്പോൾ കിടന്നുറങ്ങുക. അല്ല നമുക്ക് ഇന്ന സമയമൊന്നുമില്ല. ഇപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വൈഫ് എപ്പോഴും വഴക്കാണ്.
ഉം. രാത്രി കയറി കിടന്നിട്ട് പിന്നെ എണീക്കുന്നത് ഉച്ചയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സമയം തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർക്കറിയില്ല ഇതിൻ്റെ പിന്നിലുള്ള സാക്രിഫൈസും റിസ്ക്കും അവർക്കറിയില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. പുറമേ നിന്ന് കാണുമ്പം ചുമ്മാ ഗിയറൊക്കെ ഇട്ട് അടിച്ചു വിട്ട് ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നു, ഒരു വണ്ടി ഇങ്ങോട്ട് പോകുന്നു. ഉം. അതിനകത്ത് കിടക്കുന്ന ആളോ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യമോ ഒന്നും ഇവരാരും അറിയുന്നില്ല. പലപ്പോഴും ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ് വേറൊരു കുറച്ച് വിചിത്രമായിട്ടുള്ളൊരു അനുഭവം കൂടി പലപ്പോഴും പറയുന്നുണ്ട്. അതായത് അങ്ങോട്ട് പോകുമ്പോൾ ജീവനുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അവിടെ പോയി മരണപ്പെട്ടു. ഇങ്ങോട്ട് തിരിച്ച് നിങ്ങൾ ആ മനുഷ്യനില്ലാതെ തിരിച്ചു വരുമ്പോൾ അയാളുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയിലുള്ള പോലെ അങ്ങനെ ഒരു ആത്മാവിൻ്റെ ഒരു പ്രസൻസ് ഒക്കെ അങ്ങനെ ഉറപ്പായിട്ടുണ്ട്. എനിക്ക് 2-3 ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതേപോലെ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവിട്ട് തിരിച്ച് അവർ മരിച്ചു എന്ന് പറഞ്ഞ് തിരിച്ച് വണ്ടിയിൽ വരുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിഞ്ഞ് നോക്കും. ആരോ വണ്ടിയിൽ ഇരിക്കുന്ന ഒരു തോന്നൽ നമുക്ക് വരും. ആ സ്ട്രക്ചറിൽ കിടക്കുന്ന ഒരു തോന്നൽ വരും. എന്നാലും നമ്മൾ ചിലപ്പോൾ ഉറക്കം വരുമ്പോൾ ആ സ്ട്രക്ചറിൽ കിടന്നായിരിക്കും ഉറങ്ങുക. മിക്ക ആംബുലൻസ് ഡ്രൈവേഴ്സും അങ്ങനെയാണ്. അതായത് ബോഡി ബോഡി കൊണ്ടുപോകുന്ന ആ സ്ട്രക്ചറിൽ കിടന്നുറങ്ങുക. അത് ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഞാൻ എറണാകുളത്ത് ഓടിക്കൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ വൈഫിൻ്റെ അമ്മ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കിടന്നത് ആ ഹോസ്പിറ്റലിലെ ബാക്ക് സൈഡിലായിട്ട് ഒരു 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെയറിലാണ്. ആ ചെയറിൽ ഞാൻ ഒതുങ്ങി കൂടി ഉറക്കം വന്നിട്ട് കിടന്നേ. അപ്പോൾ വൈഫിൻ്റെ അമ്മ കണ്ടിട്ട് വന്നിട്ട് വൈഫിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി ഞാൻ അങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട്. കാരണം കട്ടിൽ പോലും ഇല്ലാതെ ഇങ്ങനെ അവിടെ നീ പണിയെടുക്കണേ ആ ഒരു ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതല്ല അത്യാവശ്യ ഘട്ടത്തിൽ ഉറക്കം വരുവാണെങ്കിൽ ഒന്നീ വണ്ടിയുടെ സീറ്റ് ഇരുന്ന് ഉറങ്ങും, അല്ലെങ്കിൽ വണ്ടിയുടെ സ്ട്രക്ചറിൽ പോയി കിടന്നുറങ്ങും. നമുക്ക് അങ്ങനെ ഒരു പേടിയോ കാര്യങ്ങളോ ഇല്ല. എന്നാലും ഒരു പ്രസൻസ് ചിലയിടങ്ങളിൽ നമുക്ക് കിട്ടും ഉണ്ടെന്നുള്ളത്. പിന്നെ ചില ലോങ് ഒക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കടയുടെയൊക്കെ ഫ്രണ്ടിൽ ഒതുക്കിയിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. അപ്പം രാവിലെ കടക്കാരൻ വന്ന് കട തുറക്കുന്ന നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഉറക്കം പെട്ടെന്ന് ചാടി എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് കട തുറന്ന ആൾ ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അറിയിച്ച ചേട്ടാ സോറി എന്ന് പറയും. പുള്ളി പറയും ഒരു കുഴപ്പമില്ല നീ ഉറങ്ങിക്കോളാൻ പറയും. അങ്ങനെയും ചില നല്ല മനുഷ്യന്മാരുണ്ട്. എന്നാൽ ചില കേസ് എടുക്കാൻ ചെല്ലുമ്പോൾ ഏതെങ്കിലും വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് ആ വണ്ടി എടുത്ത് മാറ്റി കേട്ടോ ഇവിടെ ഇടാൻ പറ്റത്തില്ല, ആംബുലൻസ് ഒന്നും ഇവിടെ ഇടാൻ പറ്റത്തില്ല, നമുക്ക് ഐറ്റിയോ അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. രാവിലെ ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ ആംബുലൻസ് ഇട്ടിട്ട് കണി കണ്ട് ഇറങ്ങി വരുന്നത് ആംബുലൻസിനാണെങ്കിൽ അതവിടെ പ്രശ്നമാണ്. മോർച്ചറിക്കൊക്കെ തൊട്ടരികിൽ ഒരുപാട് സമയം ചിലവാക്കേണ്ടി വരാറുണ്ടല്ലോ. ഉണ്ട്. മോർച്ചറിയോടൊരു ഭയം അതെങ്ങനെയാണ് മാറി മാറി വന്നത്? മോർച്ചറിയോടുള്ള ഭയം മാറി വന്നത് ഞാൻ ഓൾറെഡി മെഡിക്കൽ ഫീൽഡായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ഞാൻ BVSC പഠിച്ചത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആനിമൽസിൽ തന്നെ. കാരണം ഈ ഹ്യൂമൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ കൊണ്ടുവരുന്ന ബോഡി ഫ്രീസറിൽ വെച്ചിട്ട് അതെടുക്കാൻ പോസ്റ്റ്മോർട്ടം ചെയ്യണം. പക്ഷേ ആനിമൽസിൽ അങ്ങനെയല്ല. അപ്പോൾ ചത്തപാടെ അഴുക്കൊക്കെ പിടിച്ചായിരിക്കും കൊണ്ടുവരിക. അതിന് ക്ലീനിങ് ഒന്നുമില്ല. നമ്മൾ അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ ഫൈൻഡിങ്സും കാര്യങ്ങളും കേസ് ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം എടുത്താൽ കൊടുക്കാം. അപ്പോൾ ഓൾറെഡി അപ്പം തന്നെ നമുക്ക് ആ ട്രോമ മാറിയിരിക്കണം. പിന്നെ ഈ പണ്ട് ഈ ആൾക്കാരൊക്കെ ഈ ചില വീഡിയോസിലൊക്കെ പറയുന്നത് പ്രേതമുണ്ട് അങ്ങനെ ഉണ്ട്, ബോഡി ഇങ്ങനെ എണീറ്റിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൈൻഡിൽ സ്ട്രൈക്ക് അടിക്കും. എന്നാലും പ്രശ്നമൊന്നുമില്ല. എത്ര മണി രാത്രിയൊക്കെ പോയി മോർച്ചറിയുടെ സൈഡിലൊക്കെ കിടന്നിട്ടുണ്ട്. അതൊന്നും ഒരു പ്രശ്നമില്ല. കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ അതുണ്ട്. അതുണ്ട്, ഉറപ്പാണ്. അതിനോട് വിശ്വാസം ഇല്ലെങ്കിൽ അതില്ല.